എൻ്റെ പേര് ജെസ്സി. ഞാൻ ഊരക്കടവക മലപ്പുറത്ത് നിന്ന് വരുന്നു. ഞാൻ ഒരു 5 വർഷം പോലായി പിന്നെ രോഗമായിട്ട് ഇങ്ങനെ കോവിഡ് വന്നതിൻ്റെ ശേഷം അങ്ങനെ അസുഖമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ കുറച്ച് ദിവസം മരുന്ന് കഴിക്കും, പിന്നെ ആ രോഗം മാറും. അപ്പോൾ പിന്നെ എനിക്ക് എന്താ പറയുക മഞ്ഞപ്പിത്തം വന്നു. അത് മാറിയതിന് ശേഷം കാലിലൊരു ചൊറി പോലെ വന്നു. അതിനൊക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് മരുന്ന് കഴിച്ച് കുറയുമ്പോൾ വേറെ ഒത്തിരി അസുഖങ്ങൾ അങ്ങനെ വന്ന് പിന്നെ 2 വർഷം അത് ഒന്നുമില്ലാതായി. പിന്നെ പെട്ടെന്ന് എനിക്കൊരു നെഞ്ചുവേദന പോലെ വന്ന് ശ്വാസം പെട്ടെന്ന് നിന്ന് പോവുക, കിതപ്പ്, അതൊക്കെ ഉണ്ടായപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഓപ്പറേഷൻ ചെയ്യണം, ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം കാണിച്ചു. പിന്നെ അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ച് തീരുമാനമെടുത്ത് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇവിടെ വന്നിട്ട് ഡോക്ടറെ കാണിക്കാം, വൈദ്യൻ ഈശോ ആണല്ലോ, അങ്ങനെ ഞങ്ങൾ വന്നതാണ്. വന്നപ്പോൾ ഞങ്ങൾ ആദ്യമൊന്നും പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ലൊരു ഇതായിരിക്കും എന്ന് തോന്നിയില്ല. ആ പടി കയറി വന്നപ്പോൾ എനിക്ക് ഇവിടെ എന്തോ ഒരു ഇതുണ്ടെന്ന് മനസ്സിലായി. ഞാൻ വന്ന സമയം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര കിതപ്പും, അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരാൻ പറ്റത്തില്ല, ഭയങ്കര മാസ്കൊക്കെ ഉപയോഗിച്ച് തന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതും കയറിയതും. പടിയൊന്നും കയറത്തില്ലായിരുന്നു. വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മാസ്ക് ഇവിടുന്ന് മറ്റേ ഓക്സിജനൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. കുറച്ചൊക്കെ പോവും, കുറച്ചിരിക്കും അങ്ങനെ ആയിരുന്നു. പിന്നെ ഒരു 2 ദിവസമൊക്കെ ഇങ്ങനെ ക്ലാസ്സും കുർബാനയും ആരാധനയൊക്കെ കണ്ട് നോക്കിയപ്പോൾ പിന്നെ എൻ്റെ മരുന്ന് എനിക്ക് മറന്നുപോയി. ഞാൻ മരുന്ന് കഴിക്കണം എന്നുള്ള ആ ഓർമ്മയില്ല, മരുന്ന് കഴിച്ചിട്ടില്ല. പിന്നെ ഓക്സിജൻ നൈറ്റ് ഫുള്ള് നേരം വെക്കുന്നില്ല, രാവിലെ വരെ വെക്കുന്നില്ല. ഒരു 11 മണിക്ക് കിടന്നുറങ്ങിയാൽ പിന്നെ ആ നേരം വെച്ചിട്ട് ചുമ്മാ വെക്കുന്നുള്ളൂ. വെച്ചിട്ട് ഒരു 12 മണിയാകുമ്പോൾ ഞാൻ അന്നേരം എഴുന്നേൽക്കുമ്പോൾ എനിക്ക് പിന്നെ വെക്കണമെന്നില്ല. പിന്നെ ഞാൻ ഫുൾ ടൈം ഇത് ഇല്ലാതെ കിടന്നുറങ്ങിയത്. രാവിലെ ഇങ്ങനെ വലിക്കാൻ വേണ്ടിയിട്ടൊരു ഗുളിക മരുന്നുണ്ടായിരുന്നു ഇങ്ങനെ വലിക്കാൻ, അത് ഞാൻ തീരെ ഇവിടെ വന്നിട്ട് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഹാപ്പിയാണ്. എനിക്ക് ഇതുപോലെ എല്ലാവരും ഈ വചനം കേട്ടിട്ടാണ് എനിക്ക് ഇങ്ങനെ സൗഖ്യമായതെന്ന് ഞാൻ ഉറച്ച് തീരുമാനിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് നല്ലൊരു എല്ലാവരും കിട്ടി. ഈശോ എനിക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ആ ക്രൂശിത രൂപം എൻ്റെ മനസ്സിൽ വരുന്നത്, രക്തം വീർത്ത് ഇവിടെ കണ്ണിൻ്റെ ഇവിടെയൊക്കെ അങ്ങോട്ട് ഇതിൽ കൂടെ ഒക്കെ ഇങ്ങനെ വരുവാണ് ബ്ലഡ്. എന്നിട്ട് എൻ്റെ അടുത്തോട്ട് വരുന്ന ആ ഒരു രൂപം എനിക്ക് മറക്കാൻ പറ്റത്തില്ല. വേറെ ഒന്നും എല്ലാത്തിനും നന്ദി ചോദിക്കുന്നു. എൻ്റെ പേര് മോൻസി. നേരത്തെ സാക്ഷ്യം പറഞ്ഞ എൻ്റെ ഭാര്യയാണ്. ഞങ്ങൾ എന്നോട് വന്നേക്കുന്നത്. ഞങ്ങൾ ഈ കോഴ്സിൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നെ ആഡ് ചെയ്തത് ഈ കോഴ്സിനകത്ത്. അപ്പോൾ എനിക്ക് ആദ്യം വരാൻ താല്പര്യമായിരുന്നു. കാരണം വൈഫിന് സുഖമില്ലാത്ത കാരണം ഈ CPAP എന്ന് പറഞ്ഞ മെഷീൻ വെച്ചുകൊണ്ട് രാത്രി ഇരിക്കുന്നത്. അപ്പോൾ ചെസ്റ്റ് പെയിൻ വരും. ഡോക്ടർ കാർഡിയോളജി കാണിച്ചപ്പോൾ ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ചെസ്റ്റിന് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ നെഞ്ചുവേദന വന്നപ്പോൾ കാർഡിയോളജി കാണിക്കാനായിട്ട് ഞങ്ങൾ പോകാനിട്ടിരുന്നതാണ്. കാർഡിയോളജി കാണിച്ചാണ്. അപ്പോൾ ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തിനി ട്രീറ്റ്മെൻറ്റിന് പോകുന്നതിന് മുമ്പ് എന്നാൽ പിന്നെ ഞങ്ങൾക്ക് ധ്യാനമാണെന്നാണ് ഞാൻ കരുതിയത്. നമ്മൾ കരിസ്മാറ്റിക് ധ്യാനം പോലൊരു ധ്യാനമാണെന്നും പറഞ്ഞാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ വചനം കേട്ട് പ്രാർത്ഥിക്കാം, ആരാധന കൂടാം, കുർബാന ഉണ്ടല്ലോ, കൂടിയിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാമെന്ന് കണ്ട് അവിടെ വരുന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ വിശുദ്ധ കുർബാന ഒന്നും മുടക്കലില്ല. ഞാൻ കുർബാന മുടക്കിയിട്ടിപ്പോൾ കുർബാന തുടങ്ങിയ പിന്നെ നിർത്തിയിട്ടില്ല. ഒരു 15 വർഷത്തോളം ഞാൻ കുർബാന 1-2 ദിവസം മുടക്കി കാണും. ഈശോയെക്കുറിച്ച് നല്ല ബോധ്യവും കാര്യങ്ങളും ഭക്തിയും ഗായക സംഘത്തിലും പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും. അതിന് പള്ളി ഒരു തൂത്തുവാരനെ പോലും അതിനകത്തെല്ലാം നമ്മൾ ഒന്നും ഒഴിവാൻ നിൽക്കുന്നതല്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഇതുവരെ ഈശോയെ ഇതുവരെ അറിഞ്ഞതെന്ന് വ്യത്യസ്തമായിട്ട് കൂടുതൽ ഡെപ്തായിട്ട് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ നമ്മളിങ്ങനെ സുവിശേഷം പറയുന്നതും പ്രഘോഷണം പറയുന്നതൊക്കെ ഭയങ്കര സ്റ്റേജൊക്കെ കെട്ടി ഒക്കെ പ്രസംഗിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റുള്ള ആൾക്കാരൊക്കെ സുവിശേഷം അതല്ല. സുവിശേഷം എന്താണെന്ന്, ക്രിസ്തു എന്താണ്, ദൈവസ്നേഹം എന്താണ്, ദൈവരാജ്യം എന്താണ്, സ്വർഗരാജ്യം എന്താണ് എന്നുള്ള കാര്യം ഇവിടുത്തെ കെറിഗ്മ കോഴ്സ് മൂലം നമുക്ക് ഡെപ്തായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ ഈശോ അറിയാൻ പറ്റുന്നുണ്ട്, ദൈവരാജ്യം അറിയാൻ പറ്റുന്നുണ്ട്, വിശുദ്ധ കുർബാനയെക്കുറിച്ച് കൂടുതലായിട്ടൊരു ആഴം കിട്ടുന്നുണ്ട്. അതാണ് ഈ കെറിഗ്മയുടെ ഇത്.
നമ്മൾ ഈശോയെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് കെറിഗ്മായിൽ നിന്ന് കൂടുതൽ മനസ്സിലാക്കണം, ദൈവസ്നേഹവും ഈശോയെല്ലാം. അപ്പം നമ്മൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച് കൂടുതൽ ഡെപ്തായിട്ട് നമുക്കൊരു അടുപ്പം ഉണ്ടാവുകയാണ്. അപ്പോൾ നമ്മൾ ഇതിവിടെ നമുക്കപ്പോൾ ഇതിനകത്ത് മനസ്സിലാകും, നമ്മൾ സുവിശേഷം പ്രസംഗിക്കും, അറിയാതെ തന്നെ പ്രഘോഷിക്കും, നമ്മൾ സുവിശേഷം പ്രവർത്തിക്കുകയും ചെയ്യും. അതാണ് എനിക്ക് ഈ കോഴ്സിലൂടെ വന്നേക്കുന്നൊരു ബോധ്യം. അതാണ് അങ്ങനെ ഡെപ്തായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് എല്ലാവരും ഇതിൽ പങ്കെടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് പറ്റുന്നവരെ ഞാൻ പറഞ്ഞു വിടും. എല്ലാവരും പങ്കെടുത്ത് ഇതിൽ നല്ല ഒരു വളർച്ച ഉണ്ടാകണം, ഇത് എല്ലാവരിലും എത്തിക്കണം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ പറഞ്ഞിട്ട് വാക്കുകൾ ചുരുക്കും. ഞാൻ എൻ്റെ പേര് മായ. ഞാൻ സെൻറ്റ് മേരീസ് കനാനായ കാത്തലിക് ചർച്ച് ഷിക്കാഗോയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഓൺലൈനിൽ ഇത് കോഴ്സ് കൂടിയിട്ടുണ്ട് മിസ്സിയോയുടെ. എനിക്കൊരു അന്നേരം മുതലൊരു മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, റെസിഡൻഷ്യൽ കോഴ്സ് ഒന്ന് കൂട്ടണമെന്ന്. അതായത് ഗുരുകുലം ചെയ്യുന്ന പോലെ ഈ കൂട്ടായ്മയിൽ ഒരുമിച്ച് നിന്ന് അനുഭവിച്ചറിഞ്ഞൊന്ന് കൂട്ടണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ദൈവം ആ സാഹചര്യം എല്ലാം ഒരുക്കി തന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നിത്യസത്യങ്ങളെപ്പറ്റി പഠിച്ച് കെറിഗ്മ കോഴ്സിൽ നമ്മൾ ദൈവസ്നേഹവും പാവാവസ്ഥ, അതിൽ ദൈവം നമ്മളെ രക്ഷിക്കാനായിട്ട് വന്നു. നമ്മളത് വിശ്വാസത്തോടുകൂടി മാനസാന്തരപ്പെട്ട് ഈശോയോട് പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് ഈശോയോട് ചേർന്ന് പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് പരിശ്രമം നിറഞ്ഞൊരു കൂട്ടായ്മയും നമ്മൾ ചേർന്നിട്ട് നമ്മൾ സ്വയം വളരുകയും മറ്റുള്ളവരെ വളർത്തുകയും ചെയ്ത് സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ ആ ദൗത്യം സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത് ചെയ്യാനായിട്ട് അത് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഈ ഗ്രൂപ്പിൽ ഇവിടെയുള്ള ഈ കൂട്ടായ്മ ആദിമസഭയിലെ പോലെ ഇവിടുത്തെ കൂട്ടായ്മ ഞങ്ങൾ പൗലോസ്ലീഹ യേശുക്രിസ്തുവിനെ കേട്ടതും കണ്ടതും അറിഞ്ഞതും അനുഭവിച്ചറിഞ്ഞതും എന്ന് പറഞ്ഞ പോലെ ആ ആദിമസഭയിലെ കൂട്ടായ്മ ഇവിടെ ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റി. ദൈവസ്നേഹം, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ സ്നേഹബന്ധങ്ങളും ഇടപെടലും എല്ലാം ശരിക്കും അനുഭവിച്ചറിഞ്ഞ് ഈശോയെ പ്രഘോഷിക്കാനായിട്ടൊരവസരം ഞങ്ങൾക്ക് സ്ട്രീറ്റിൽ പോകാനും 2 പേര് കൂടി ഞങ്ങൾ പോകാനും ചെയ്തത് ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു. ഇതെല്ലാം അവസരം ഒരുക്കിയ ദൈവത്തിന് നന്ദി. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ എല്ലാ സമയത്തിനും ഞങ്ങളോടുള്ള ആ സ്നേഹവും, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ഒരു വീട്ടിൽ കയറി വരുന്നത് പോലെ ഉള്ള അനുഭവമൊക്കെ തന്ന് എല്ലാ സ്നേഹത്തിനും അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ടുള്ള ആലിസ്കുട്ടി ടീച്ചറിൻ്റെ പ്രത്യേക സ്നേഹവും സന്തോഷവും എല്ലാം അറിയിക്കുന്നു. താങ്ക് യു. എൻ്റെ പേര് PC ജേക്കബ്. ഞാൻ ഡൽഹിയിലാണ് സ്ഥിരമായി ഇപ്പോൾ താമസിക്കുന്നത്. അവിടെ വെച്ച് 15th ഓൺലൈൻ കോഴ്സ് ഞാൻ കൂടിയിരുന്നു. അത് കൂടിയ സമയത്താണ് ഈ മിസ്സിയോ ഭവനെ പറ്റി മനസ്സിലാക്കുകയും ഇങ്ങനെ റെസിഡൻഷ്യൽ കോഴ്സ് ഉണ്ടെന്നുള്ള കാര്യവും മനസ്സിലാക്കുന്നത്. അതനുസരിച്ച് ഞാൻ അന്ന് മുതലേ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഇതിന് വരണമെന്ന്. അങ്ങനെ ഈ അവസരം കിട്ടി. ജാനുവരിയിൽ ഞങ്ങൾ ലീവ് എടുത്ത് ഇവിടെ വന്ന് ട്രിവാൻഡ്രത്താണ്. അവിടുന്ന് ആണ് ഈ കോഴ്സിന് അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നത്. ഞങ്ങൾ അവിടുന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് വന്ന് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് 9:10 ആയി. ഈ ഒരു ഭവനത്തിലേക്ക് പ്രവേശിക്കുന്ന പോലെ നോക്കിയപ്പോൾ നമ്മളെ കാത്തു നിൽക്കുന്ന അമ്മയോ അല്ലെങ്കിൽ മൂത്ത ചേച്ചിയോ പോലെ ആലിസ്കുട്ടി ചേച്ചി വന്ന് ഞങ്ങളെ സ്വീകരിച്ചു. നേരെ ഊണുമേശയിൽ കൊണ്ടുപോയി ഞങ്ങൾക്ക് ഭക്ഷണം തന്നു. നല്ല ഭക്ഷണമായിട്ട് ഞങ്ങൾക്ക് ഉടനെ തന്നെ ഞാൻ ആവശ്യപ്പെട്ടിരുന്ന ഒരു സിംഗിൾ റൂം വേണമെന്ന്. എനിക്ക് ഇവിടുത്തെ സിറ്റുവേഷനൊന്നും അറിയില്ല, എങ്കിലും അതും ഒരുക്കി വെച്ച് ഞങ്ങളുടെ അതിൻ്റെ മിസ്സിയോ കൂട്ടായ്മയിലുള്ള മറ്റ് സഹോദരന്മാർ ലഗേജെല്ലാം എടുത്തുകൊണ്ട് റൂമിൽ വെച്ച് ഞങ്ങൾക്ക് എല്ലാം ഒരുക്കി തന്ന് നല്ല ആ വെൽക്കം തന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷമായിട്ട് തോന്നി. ഞാനും എൻ്റെ ഭാര്യയും കൂടാണ് ഇതിന് അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നത്. പിറ്റേ ദിവസം ക്ലാസ് തുടങ്ങി 12-ാം തീയതി. അത് അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായത് എല്ലാം വെൽ തോട്ട് ഒരു ക്ലാസ്സസാണ് പ്രിപ്പയർ ചെയ്തിരുന്നത്. അത് ശരിക്കും പ്രസൻറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിലെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് അത് നമ്മൾ പഠിക്കുന്നവരെ റിപ്പീറ്റ് ചെയ്ത് നാം തന്നെത്താനെ അത് മനസ്സിലാക്കുകയും അത് ഹൃദ്യസ്ഥമാക്കാനും വളരെ ശ്രമിച്ച ഒരു രീതിയാണ് ഞാൻ കണ്ടത്.
സാധാരണ ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ബോറിംഗ് ആണ്. പക്ഷേ ഇതിന് ഒരു ബോറിങ്ങും ഇല്ലാതെ അതിൻ്റെ ആ മെത്തേഡ് ഓഫ് ടീച്ചിങ് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കാരണം അത് പഠിക്കുവാനും അത് ചുമ്മാ പഠിക്കുകയല്ല, അത് പ്രാക്ടിക്കലായിട്ട് നമുക്കത് പറയുവാനുമുള്ള ഒരു അവസരം ഒരുക്കിയിരുന്നു. അത് എല്ലാവരും ചേർന്ന് ഡിസ്കസ് ചെയ്യാനും അത് കഴിഞ്ഞ് ഇപ്പോൾ എല്ലാവർക്കും അത് ഒരേപോലെ സാധിച്ചില്ലെങ്കിൽ അവർക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുത്ത് കുറച്ച് പ്രയാസമുള്ളവരെ കൂടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിച്ച് ഓരോ ഫാക്കൽറ്റി മെമ്പേഴ്സും അതിനായിട്ട് ശ്രമിക്കുകയും എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു ഒരുമയോടുകൂടിയുള്ള ഒരു രീതിയായിരുന്നു ഞാനിവിടെ കണ്ടത്. അത് കാരണം ഇതെല്ലാം എനിക്കാണെങ്കിൽ ഒരു സെൻറ്റൻസ് തന്നെ കാണാതെ പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്, ഹൃദയസ്ഥമാക്കാനായിട്ട്. പക്ഷേ ഈ റെപ്പറ്റേഷനും എല്ലാവരും പറയുന്ന കേട്ടുവിട്ട് അങ്ങനെ എനിക്കത് മനസ്സിലാക്കുവാനും പഠിക്കുവാനും സാധിച്ചു. അത് തീർച്ചയായിട്ടും ഒരു പ്രത്യേക രീതിയിലുള്ളതാണ്. അതായത് പഠിപ്പിക്കുന്ന കാര്യം എല്ലാവരും ഹൃദയസ്ഥമാക്കണമെന്നുള്ളൊരു കമ്പൽസറി ആണെന്നുള്ള രീതിയിലാണ് ടീച്ചിങ് മെത്തേഡ് നടത്തിയത്. ഓരോ ദിവസവും അതിൻ്റെ റിവ്യൂവും ഡിസ്കഷനും പങ്കുവയ്ക്കലും എല്ലാം വളരെ ഇത് മനസ്സിലാക്കുവാനായിട്ട് സഹായിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ സ്ട്രീറ്റ് പ്രീച്ചിങ് നമ്മളെ ഇൻഡിപെൻഡൻ്റായിട്ട് അത് ചെയ്യാനുള്ള ഒരു കഴിവ് കിട്ടുവാനായിട്ട് നമ്മുടെ ആ പേഴ്സണാലിറ്റി എന്തെങ്കിലും ഒരു കോൺഫിഡൻസിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതെല്ലാം മാറ്റാനായിട്ട് ആ സ്ട്രീറ്റ് പ്രീച്ചിങ്ങും വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അതിൽ നിന്ന് പല പല കാര്യങ്ങൾ നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മളെങ്ങനെ കോഷ്യസ് ആയിരിക്കണം, എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കാരണം വിവിധ തരത്തിലുള്ള ആൾക്കാരെയാണ് കണ്ടുമുട്ടുന്നത്. അവരുടെ റിയാക്ഷൻ ഡിഫറെൻ്റ് ആയിരിക്കും, ഡിഫറെൻറ്റ് സാഹചര്യത്തിലായിരിക്കും. അപ്പോൾ എങ്ങനെ നമുക്ക് എന്തെങ്കിലും നമ്മുടെ കുറവ് ഉണ്ടെങ്കിൽ അതെങ്ങനെ നികത്തി അടുത്ത തവണ ബെറ്ററായിട്ട് നമുക്ക് പ്രഘോഷണം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു. അതും കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് അതിനെപ്പറ്റി ഷെയർ ചെയ്യും. ഇപ്പം മറ്റുള്ളവരുടെ അനുഭവങ്ങളും കൂടെ അറിയാനും അത് പങ്കിട്ട് നമുക്ക് എന്തെങ്കിലും അതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള അവസരങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ പ്രയോജനകരമായ ഒരു കോഴ്സായിരുന്നു ഞങ്ങൾ അറ്റൻഡ് ചെയ്തത്. അതിന് എൻ്റെ ഫലം ഞങ്ങൾ പുറപ്പെടുവിക്കണം. അത് തീർച്ചയായിട്ടും അത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ ഇവിടെ എല്ലാവരും കൂടെ ചേർന്ന് ഒരുമയായിട്ട് ഇവിടെ ജീവിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള കൂട്ടായ്മയാണെന്ന് മനസ്സിലാക്കി സ്നേഹം നിറഞ്ഞ ആർക്കും ഒരു കംപ്ലൈൻറ്റും ഇല്ല. എല്ലാവരും ഒരുമയോടുകൂടി എല്ലാ കാര്യത്തിലും സഹകരിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നതിലും മറ്റ് അറേഞ്ച്മെൻറ്റോ എന്ത് കാര്യമാണെങ്കിലും എല്ലാവരും കൂടെ ഒരുമയോട് ഞാൻ ചെയ്യണം മറ്റേയാൾ ചെയ്യണം അങ്ങനെയുള്ള ഒരു യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളും ഇല്ലാതെ എല്ലാവരും എല്ലാം എൻ്റെ ജോലിയാണെന്നുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാകുവാനായിട്ട് ഈ ഇവിടുത്തെ താമസത്തിൽ നിന്നും അത് സാധിച്ചുവെന്ന് എനിക്ക് മനസ്സിലാവുന്നു. അങ്ങനെ ഇനിയും മറ്റ് ഇത് നമ്മുടെ ജീവിതത്തിൽ തന്നെ മറ്റുള്ളവരുമായിട്ട് എങ്ങനെ ഇടപെടണമെന്നും എല്ലാവരുമായിട്ട് ഒരുമയോടുകൂടി എപ്രകാരം നമ്മൾ ജീവിക്കണമെന്നുള്ള ഒരു പാഠവും നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അങ്ങനെ എല്ലാ കാര്യത്തിലും വളരെ സന്തോഷം ആയി സ്പിരിച്വലി ആസ് വെൽ ആസ് ഫിസിക്കലി ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി തിരിച്ചു പോന്നു. ഇവിടുത്തെ എല്ലാവർക്കും നന്ദി. എൻ്റെ പേര് മരിയ. ഞാൻ മാന്നാനം 12 ശ്ലീഹന്മാർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ആൻറ്റി പറഞ്ഞിട്ടാണ് ഞാൻ ഒരു എക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതല്ല, ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇവിടെ വന്നതാണ്. ചുമ്മാ ധ്യാനം കൂടി എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കുക എന്നതാണ് എൻ്റെ എത്ര ഞാനൊരു
ജർമ്മൻ പഠിച്ചു, എത്രയും പെട്ടെന്ന് ജർമ്മനിയിൽ പോകണം ആഗ്രഹം. പക്ഷെ ഇതൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഈശോ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്ത് പെട്ടെന്ന് അവിടെ ചെല്ലണം എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. പക്ഷേ ഇവിടെ വന്ന് ഈശോ നമ്മളെ സ്നേഹിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. ഈശോയ്ക്ക് ഭയങ്കര സ്നേഹം. നമ്മുടെ ഒരു കൂട്ടായ്മനായിരിക്കുമ്പോഴത്തേക്കിന് ഈശോയുടെ പരിശുദ്ധാത്മാവിന് നമ്മളേക്ക് ഇങ്ങനെ അയക്കുമോ, നമുക്കൊന്നും പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഈശോ ഇങ്ങനെ ഇങ്ങനെ നിറഞ്ഞു പോയിട്ടോ എനിക്കറിയത്തില്ല. ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപ എനിക്ക് നമ്മൾ ആഗ്രഹിക്കുന്നല്ല, നമുക്ക് പറയണമെന്ന് തോന്നുന്ന പോലും ഇല്ല. പക്ഷെ ഇങ്ങനെ എന്തിനാ എന്നെ ഈശോ എന്നെ പരീക്ഷ. സോറി കേട്ടോ, എനിക്ക് ഇങ്ങനെയൊന്നും പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എന്താ ഇവിടെ ഉള്ളവരൊക്കെ എന്താ, ഞാനൊത്തിരി നന്നായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല. എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല, എനിക്കൊത്തിരി കുറവുകളുണ്ട്, ഞാൻ പാപിയാ. ഇവിടെ ഉള്ളവരൊക്കെ ഈശോയോട് കൂടുതൽ അടുക്കുന്ന ഒരു ചെറിയ കാര്യങ്ങൾ പോലും ഈശോ എന്തോ എനിക്കറിയത്തില്ല. ഈശോ വലിയ ആളാ. ഈശോ നമ്മളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ഈശോയുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാവുന്നതിനേക്കാൾ കൂടുതലാണ്. ഈശോ അത്ര മാത്രം നമ്മളെ സ്നേഹിക്കും, ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. ഈശോയെ ഓരോരുത്തരും ഇങ്ങനെ എക്സ്പീരിയൻസ് പറയുമ്പോഴത്തേക്കും ഈ ചേച്ചിയാണെങ്കിലും അങ്ങനെയൊക്കെ ഞാൻ ആ അവസ്ഥയിലായിരുന്നെങ്കിൽ എനിക്ക് ഈശോയെ അറിയാൻ പോലും പറ്റുമോ എനിക്കറിയത്തില്ല. എത്ര വലിയ കാര്യമാണ്. ഓരോ ചെറിയ കാര്യങ്ങളിൽ ഈശോയെ മഹത്വപ്പെടുത്തിക്കണം. മേഴ്സി ആൻ്റിയൊക്കെ എപ്പോഴും ഇങ്ങനെ എനിക്ക് ട്രെയിൻ അതൊക്കെ എനിക്ക് ഈശോ ചെയ്യുന്നതാണോ അത് ശരിക്കും? അങ്ങനെയൊക്കെ ഒരു കാര്യം എനിക്ക് ആ പറയുന്നില്ല. അങ്ങനെ ഓരോരുത്തരിങ്ങനെ ഈശോ ഇങ്ങനെ മേഴ്സിയാൻ്റെ ഒക്കെ എപ്പോഴും പറയും ഇങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അത് ഈശോയുടെ കൃപ കൊണ്ട് ഞങ്ങൾക്ക് ഓട്ടോ കിട്ടി, വണ്ടി വന്ന്, അതൊക്കെ ഈശോയുടെ കൃപയാണെന്ന് പോലെ എനിക്ക് സംശയമായിരുന്നു. പക്ഷെ ഇങ്ങനെ ഇവരൊക്കെ പറയുമ്പോഴത്തേക്കിന് ഓക്കെ ഈശോയുടെ കൃപയാണ്, ഈശോ തന്നതാ, അങ്ങനെ ഒരു ചിന്ത നമ്മളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഈശോയാണ് എല്ലാം. ഈശോയുടെ സ്നേഹം എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ്. ഇന്നത്തെ കാലത്ത് കുടുംബങ്ങളിൽ പോലും ബന്ധുക്കളൊക്കെ എല്ലാവർക്കും ജലസ അല്ലെങ്കിൽ കുശുമ്പ, മറ്റൊരാൾ നന്നാകുന്നത് മറ്റത്. പക്ഷെ ഇവിടെ ഇത്ര ദിവസം ഉള്ളെങ്കിലും എല്ലാവരും പരസ്പരം ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക, എല്ലാവരും കൂട്ടായ്മയായിട്ടിരിക്കുക, പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ആർക്കും ആരോടും ഒരു പ്രശ്നങ്ങളോ അങ്ങനെ ഒന്നുമില്ല, ഇങ്ങനെ സ്നേഹിക്കുക, എല്ലാവരും സ്നേഹിക്കുക, ഓരോരുത്തരെ സഹായിക്കുക. അങ്ങനെ ഇതൊക്കെ കാണുമ്പോഴത്തേക്കിനും എത്രമാത്രം ഈശോ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, ആ സ്നേഹം നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. എല്ലാവരും നല്ല ആൾക്കാരാ. എനിക്കിങ്ങനെയൊക്കെ പറയാൻ അറിയത്തുള്ളൂ. സോറി കേട്ടോ, എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയത്തില്ല. ഈശോ സ്തോത്രം. ഞാൻ തിരുവനന്തപുരം. ഈശോയെ നന്ദി. ഈശോയെ സ്തോത്രം. എൻ്റെ പേര് മേഴ്സി ജോസഫ്. ഞാൻ തിരുവനന്തപുരം പേരുക്കട കാവടിത്തല അലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ നിന്നാണ്, അവിടുത്തെ അംഗമാണ്. ഈ മിസ്സിയോ ക്ലാസ്സിനെ പറ്റി എനിക്ക് യാതൊന്നും അറിഞ്ഞൂടായിരുന്നു. ഒരു സിസ്റ്റർ പറഞ്ഞു ഇതൊന്ന് അറ്റൻഡ് ചെയ്യുന്നത് നന്നായിരിക്കുമെന്ന് പറഞ്ഞു, അങ്ങനെ വിട്ടു. അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് അവിടെ ചെന്ന് പഠിച്ചാൽ മതിയെന്ന് പറഞ്ഞു. എനിക്ക് ഓൺലൈൻ കോഴ്സോ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു ധ്യാനം പോലെ ആയിരിക്കും, എന്തായാലും വിശുദ്ധ കുർബാനയും ആരാധനയും ഇതെല്ലാം ഉണ്ടല്ലോ, വന്നൊന്ന് കൂടിയേക്കാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ ഞാനിവിടെ വന്ന് ജോജി എന്നെ ഇവിടുത്തെ ക്ലാസ്സിൻ്റെ വിവരങ്ങൾ മുഴുവനും അറിയിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വരാനൊരു സാഹചര്യം ഉണ്ടാകാൻ ഒന്ന് പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചോളാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുന്നതിൻ്റെ തലേ ദിവസം വിളിച്ചു പറഞ്ഞു, തലേ ദിവസം എത്തിക്കൊള്ളാൻ പറഞ്ഞു. ആ സമയത്ത് രാത്രി ബസ്സിൽ കയറിയെങ്കിലും തിരിച്ചിവിടെ വന്നപ്പോൾ ഒരു അമ്മയുടെ വീട്ടിൽ മകൾ വരുന്നത് പോലെ, ഒരു അമ്മ സ്വീകരിക്കുന്നത് പോലെ സ്വീകരിച്ചാണ് വീടിന് അകത്ത് കൊണ്ടുകയറിയത്. ഇത് ഒരു ബൈബിൾ, ഇത് ഒരു മിസ്സിയോ കോഴ്സ് നടത്തുന്ന ഒരു സ്ഥാപനം പോലെയല്ല, ഒരു വീട് പോലെ എനിക്ക് തോന്നി. അത്രയ്ക്ക്
ആദ്യം വന്നപ്പോൾ വിശപ്പ് തീർക്കാനാണ് ആദ്യം തന്നത്. ഇവിടെ ഒരു സമാധാന, സ്നേഹം, സന്തോഷം, ഐക്യം കണ്ടു. ഇതുവരെ ധ്യാനത്തിനും മറ്റുള്ള എല്ലാ ക്ലാസ്സുകൾക്കും പോയിട്ടുണ്ടെങ്കിലും ദൈവം സ്നേഹമാണെന്നറിയാം. പക്ഷേ അതേപോലെ ദൈവം സ്നേഹമാകുന്നു, കർത്താവ് നിങ്ങളത് മനസ്സിൽ സ്വീകരിക്കണം, ഹൃദയത്തിൽ വിശ്വസിക്കണം, അധരം കൊണ്ട് ഏറ്റുപറയണം. ഈ വചനങ്ങളെല്ലാം അറിയാം, വചനങ്ങളെല്ലാം പഠിച്ചു വച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യുന്നെങ്കിൽ പോലും നാവ് കൊണ്ട് പറയുക മാത്രമേ ചെയ്യുമായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ വന്നപ്പോൾ അത് മനസ്സിലായി. ഇതല്ല, ഹൃദയത്തിൽ ഏറ്റെടുക്കാനുള്ളൊരു കൃപ കിട്ടി. എന്നാൽ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങൾക്ക് കിട്ടുമെന്നും ഇതിനൊരു യേശു രക്ഷകനും നാഥനും കർത്താവുമായിട്ട് സ്വീകരിക്കണം. രക്ഷ തന്നു കഴിഞ്ഞു എന്നുള്ള ബോധ്യവും ഇതെല്ലാം നമ്മൾ ഹൃദയത്തിൽ ഏറ്റെടുത്താൽ മാത്രമേ നമുക്ക് രക്ഷ കൈവരികയുള്ളൂ. ഇത് നാവുകൊണ്ട് മാത്രം പറഞ്ഞാൽ പോരാ എന്നുള്ളൊരു ബോധ്യം കിട്ടി. ഇവിടെ തരുന്ന കോഴ്സിൻ്റെ ആ ട്രെയിനിങ് അനുസരിച്ച് തന്നെ ഇത് ഏറ്റെടുക്കാനുള്ളൊരു കൃപ പരിശുദ്ധാത്മാവ് തന്നു. ഞാൻ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടിയെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. കിട്ടി. ഇത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ദൈവവചനം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. പരിശുദ്ധാത്മാവിനെ അത്രയും ദാഹത്തോടെ, തീഷ്ണതയോടെ, പ്രാർത്ഥനയോടെ ഹൃദയത്തിൽ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് കൂട്ടായ്മയോട് ചേർന്ന് സ്വയം വളരുകയും മറ്റുള്ളവരെ വളർത്തുകയും ചുറ്റുപാടുള്ളവരെ വളർത്തുകയും ചെയ്യണം. ചുറ്റുപാടുള്ളവരെ വളർത്തണം. നമ്മൾ സുവിശേഷമാകണം. ആദ്യം ഞാനാണ് സുവിശേഷമാകാനുള്ളതെന്നും പിന്നെയേ സുവിശേഷമാകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ബോധ്യം കിട്ടി. അത് ഈ കൂട്ടായ്മയിൽ നിന്ന് ഇവിടുത്തെ ടീം അംഗങ്ങൾ അത് ഞാൻ കാണിച്ചു തരികയായിരുന്നു. അവരുടെ പ്രവൃത്തികളുടെ ഈശോ പ്രാർത്ഥിച്ചു, ജീവിച്ച് കാണിച്ചു, പഠിപ്പിച്ചതുപോലെ പ്രവർത്തിച്ച് കാണിച്ചതുപോലെ അതേ മെത്തേഡ് വെച്ച് ഇവിടുത്തെ ടീം അംഗങ്ങളിൽ കാണാൻ സാധിച്ചു. കാരണം ഇവിടെയും ആ മെത്തേഡ് തന്നെയാണ്. അവർ പഠിപ്പിക്കുകയല്ല, അത് പ്രവർത്തിച്ച് കാണിക്കുന്നു. അവരുടെ ജീവിത ശൈലി കൊണ്ട് തന്നെ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത് ഞങ്ങൾക്ക് വലിയൊരു പ്രചോദനമായിട്ടത് മാറി. അതുപോലെ ഈശോ സ്നേഹമാണെന്ന് മറ്റുള്ളവരുടെ അടുത്ത് പറയണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ രണ്ടുപേർ നിൽക്കുന്നിടത്ത് നിന്ന് സംസാരിക്കാനുള്ള ആ ഒരു ശക്തി എനിക്കില്ല. ഞാൻ എവിടെ നിന്നാലും എന്ത് പറഞ്ഞാലും ഞാൻ വിറയ്ക്കും. മറ്റുള്ളവരുടെ അടുത്ത് പറയാൻ പറ്റില്ല. പറയുന്നത് അത്രയും ഞാൻ വിചാരിക്കുന്നതൊന്നായിരിക്കും, പറയുന്നത് വെറും പൊട്ടത്തെറ്റായിരിക്കും. പക്ഷേ അത് മാറ്റിയെടുക്കാൻ എല്ലാവരുടെ പ്രോത്സാഹനം തന്നു. ഒരുപക്ഷെ എന്തെങ്കിലും തെറ്റുണ്ടായാൽ തന്നെ അല്ല, അത് തെറ്റല്ല, അതങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞു മാറ്റിയെടുക്കാനുള്ളതും മറ്റുള്ളവരോടൊപ്പം എന്നെയും വളർത്തിയെടുക്കാൻ ഇവിടെ ഉള്ളവരുടെ ശ്രമവും അതിനെല്ലാം ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. അത് അന്നൊന്ന് പഠിപ്പിക്കുന്ന പാഠങ്ങൾ ഹൃദ്യസ്ഥമാക്കാനും അത് ഷെയർ ചെയ്യാനും മറ്റുള്ളവരുടെയും നമ്മുടെയും ഇവിടുത്തെ ടീം അംഗങ്ങളുടെയും സഹകരണത്തോടെ സ്നേഹത്തോടെ അതെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചു. ഈശോയുടെ സ്നേഹം പങ്കുവയ്ക്കാനുള്ള ഒരു മെത്തേഡ് ഇന്നലെ തന്നെ തുടങ്ങി. ഇന്നലെ പുറത്തുപോയി വചനം പങ്കുവയ്ക്കാൻ വേണ്ടി ഞങ്ങളെ വിട്ടിരുന്നു. ഹോസ്പിറ്റലുകളിലും മറ്റുള്ള കച്ചവട സ്ഥാപനങ്ങളിലും കയറി ഈശോയെ പങ്കുവെച്ചു കൊടുക്കാനുള്ളൊരു എങ്ങനെയാണ് ഏത് രീതിയിൽ പങ്കുവയ്ക്കണമെന്ന് ആദ്യമേ അല്പം ഒന്ന് കുറച്ച് പറഞ്ഞു തന്നു. അതനുസരിച്ച് ഞങ്ങൾക്ക് പോകാനും ഞങ്ങളാകുന്ന വിധത്തിൽ പങ്കുവയ്ക്കാനും സാധിച്ചു. ഇതൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ പുറത്തിറങ്ങി ഈശോയുടെ നാമം പ്രഘോഷിക്കപ്പെടുവാനും കർത്താവ് അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചത് നിങ്ങൾ ലോകമെങ്ങും പോയി സർവ്വ സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കുവിൻ, ആ ഒരു കൽപ്പന ഞങ്ങളിലൂടെയും പ്രാവർത്തികമാണ്. അത് ഞങ്ങൾക്കും കൂടെ തന്നിട്ടുള്ളതാണെന്ന ബോധ്യത്തിൽ ഇനിയുള്ള ജീവിതത്തിൽ എന്നാൽ കഴിയുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് സുവിശേഷം പങ്കുവയ്ക്കുകയും അങ്ങനെ ഈശോയുടെ നാമമഹത്വം വേണ്ടി എന്നാൽ കഴിയുന്ന സഹായം ഞാൻ കഴിയുന്നതുപോലെ ഞാൻ ചെയ്യുമെന്നും ഞാനിവിടെ പറയുന്നു. ഇതിനു വേണ്ടി എന്നെ ഇവിടെ കൊണ്ടുവന്ന ഈശോയ്ക്കും എന്നെ ഒരുക്കിയ ടീം അംഗങ്ങൾക്കും ഈശോയുടെ നാമത്തിൽ നന്ദി പറയുന്നു. ഞാൻ എൽസമ്മ ജേക്കബ്,
ഞങ്ങൾ ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് ക്രിസ്മസ് ഹോളിഡേയ്സിന് വന്നതാണ്. അപ്പോൾ ഡൽഹിയിൽ തണുപ്പായ കാരണം കുറച്ച് ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ കഴിയാമെന്ന് വെച്ചു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് മിസ് യു ടീമിൽ ഓൺലൈൻ പങ്കെടുത്തിരുന്നു. അപ്പോഴൊക്കെ ഞാൻ കാഴ്ചക്കാരിയായിട്ടൊക്കെ ഇരുന്നിരുന്നു. പിന്നെ മിസ് യുയുടെ ഇവിടെ വന്നിട്ട് മിസ് യു ഹൗസിൽ വന്നിട്ടൊന്ന് ഇത് ഒരാഴ്ചത്തെ കോഴ്സ് കൂടണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഈശോയെ ഒന്ന് അനുഭവിച്ചറിഞ്ഞാൽ മതി, എനിക്ക് അതാണ് ഇതുവരെ കിട്ടാത്തത്, ഞാൻ ചാപ്പലിരുന്ന് പ്രാർത്ഥിച്ചോളാം, എനിക്ക് കോഴ്സൊന്നും കൂടണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്നോട് നിർബന്ധിച്ചു എങ്ങനെയെങ്കിലും കൂടണം എന്ന് പറഞ്ഞ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ആലിസ് ചേച്ചി ഇങ്ങനെ ഇട്ടിരുന്നു, ഒരു സ്ഥലത്തു നിന്ന് 2 പേരൊക്കെ വെച്ച് വരികയാണെന്ന് വരില്ല, സൗകര്യമായിരിക്കും പിന്നെ എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജ് കണ്ടു. അപ്പം ഞാനോർത്തു ഏതായാലും പോകുന്നതല്ല, എന്നാൽ പിന്നെ ആൾ കുറവൊക്കെ ആണെങ്കിൽ ഒന്ന് കൂടിയേക്കാം എന്നെല്ലാം അങ്ങനെ മനസ്സിൽ വിചാരിച്ച് ഇങ്ങനെ വന്നതാണ്. അപ്പോൾ എനിക്ക് നേരത്തെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ നിറവൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വെച്ചാൽ എൻ്റെ സ്വഭാവത്തിലൊക്കെ ഒത്തിരി മാറ്റം വന്നിരുന്നു. എനിക്ക് എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവർക്കും എല്ലാം കൊടുക്കാനും അങ്ങനെയൊക്കെ ഒത്തിരി മനസ്സുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആഗ്രഹിച്ചിരുന്ന സ്നേഹം എനിക്ക് അനുഭവിക്കാൻ പറ്റിയിരുന്നില്ല. ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് അറിഞ്ഞ് ഈശോ സ്നേഹിക്കുന്നു, എനിക്കതൊന്ന് അനുഭവപ്പെട്ടാലല്ലേ എനിക്ക് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക്. അപ്പം ഇവിടെ ഇവിടെ എത്തിയ നിമിഷം മുതൽ എനിക്കത് അനുഭവിക്കാൻ പറ്റി. അപ്പോൾ ഈശോ തന്നെയാണ് എന്നെ കൂട്ടിക്കൊണ്ട് വന്ന് ഇതിലേക്ക് ചേർത്തതെന്ന് എനിക്ക് നല്ല വിശ്വാസമായി. എന്നുവെച്ചാൽ എനിക്ക് എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഇതുവരെ ഇങ്ങനൊരു അനുഭവം കിട്ടിയിട്ടില്ല. അത് കാരണം എനിക്ക് ഒത്തിരി ഒരു സന്തോഷം തോന്നുന്നുണ്ട്. ഈശോയുടെ സ്നേഹം ശരിക്കും അനുഭവിച്ചറിഞ്ഞു. പിന്നെ ഞങ്ങളുടെ ടീം അംഗങ്ങളെല്ലാം ഞങ്ങളെ സ്വന്തം സഹോദരങ്ങളെ കൊണ്ട് നടക്കുകയും എല്ലാം പറഞ്ഞു തരികയും എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് തരും. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം നമ്മുടെ ആലിസ് ചേച്ചി അമ്മച്ചി വന്നിട്ട് പറയും എല്ലാം ഒന്നുകൂടെ ഒന്ന് സിമ്പിളായിട്ട് എല്ലാം വിശദീകരിച്ച് തരും. അത് വരുമ്പം തന്നെ എല്ലാം തൃപ്തിയാവും, എല്ലാം പൂർത്തിയാവുന്ന പോലെ ആ എക്സ്പ്ലനേഷൻ എല്ലാം ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. അച്ഛനും ഉണ്ട്, എല്ലാത്തിനും എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു കുറവുണ്ടോ എന്ന് നോക്കിയിരുന്നിട്ട് അത് പറഞ്ഞു തരാനായിട്ട് ഞങ്ങൾക്ക് അച്ഛനും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ഈ ഒരാഴ്ച ശരിക്കും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അടിച്ചു പൊളിച്ച് ഇവിടെ സന്തോഷമായിട്ട് കഴിഞ്ഞ് അതിന് ആ സാഹചര്യം ഒരുക്കി തന്ന മിസ് യു ടീമിനെയും എല്ലാവരെയും ഓർത്ത് നന്ദി പറയുന്നു. ഈശോയ്ക്ക് പ്രത്യേകം നന്ദി. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് മേഴ്സി ജോർജ്. ഞാൻ കോട്ടയത്ത് മാന്നാനം 12 സ്ലീഹന്മാരുടെ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഇതേപ്പറ്റി അറിഞ്ഞത് എൻ്റെ കൂടെ നേരത്തെ ജോലി ചെയ്തിരുന്ന മേഴ്സി ഡേവിസ് ചേച്ചിയുടെ കയ്യിൽ നിന്നാണ്. ചേച്ചി കഴിഞ്ഞ പ്രാവശ്യം വന്ന് അറ്റൻഡ് ചെയ്ത്, അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു മേഴ്സി വന്ന് അറ്റൻഡ് ചെയ്യണം, ഇത് നിനക്ക് പറ്റിയൊരു കോഴ്സാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സന്തോഷത്തോടെ വന്നു. ഞാനും എൻ്റെ ആങ്ങളയുടെ മോളും കൂടെ വന്നപ്പോൾ ഒരു ദിവസം ലേറ്റായിട്ടാണ് വന്നത്, കാരണം തുടങ്ങി അന്ന് വരാൻ പറ്റിയില്ല, എൻ്റെ ഒരു കസിൻ മരിച്ചു പോയതുകൊണ്ട്. പക്ഷേ ആ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഇവിടെ വന്നപ്പോഴത്തേക്കും ആ വാതിൽക്കൽ വന്നപ്പോൾ തന്നെ ഇവിടെ അകത്തുനിന്ന് പോര് ഇങ്ങോട്ട് പോരെന്ന് പറയുന്ന സൗണ്ട് കേട്ട്. അപ്പം ഞാൻ അവളോട് പറഞ്ഞ് അത് നമ്മളെ ആയിരിക്കില്ല, അവരെ എവിടെയെങ്കിലും വർത്താനം പറയുന്നതായിരിക്കും. അപ്പോൾ പിന്നെ ഇച്ചിരി മുമ്പോട്ട് നീങ്ങിയപ്പോഴും ഇല്ല, ഇങ്ങോട്ട് പോര്. അപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് വെൽക്കം ചെയ്ത് വിളിക്കുന്ന വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ് അന്നേരം തന്നെ ഞങ്ങൾക്ക് ചോറുണ്ട്. അപ്പോൾ തന്നെ ഒരു ടയേർഡായി വന്നതെല്ലാം പോയി. പിന്നെ ഒത്തിരി സന്തോഷമായിരുന്നു. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം ഇത്രയും നാളൊരു കുറേ അഹങ്കാരം ഉണ്ടായിരുന്നു എനിക്കറിയാം, ഞാൻ വേദപാഠമൊക്കെ പഠിപ്പിക്കുന്നതാണ്, അപ്പം എനിക്കിത് പറ്റും എന്നുള്ളത്. പക്ഷേ ഇത് കൂടിക്കഴിഞ്ഞപ്പം മനസ്സിലായി ഞാൻ ആ പഠിച്ചതിനെ കഴിഞ്ഞും പ്രാക്ടിക്കലായിട്ട് ചെയ്യാനുള്ള കാര്യമാണ്. ഞാൻ ഒത്തിരി പേരെ ഒന്നിച്ച് വേദപാഠം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതിപ്പം ഒറ്റയ്ക്ക് പോയി ഒരാളോട് പറയാനുള്ള ആ ഒരു ധൈര്യം സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് കിട്ടിയത്. ഇവിടെ കൂടിക്കഴിഞ്ഞ് ഇതാണ് തുടക്കം, നമ്മൾ മറ്റുള്ളവരോട് പറയുക എന്നുള്ളതാണ് നമ്മുടെ കടമ എന്നുള്ള കാര്യം മനസ്സിലായി. ഇന്നലത്തെ ബൈബിൾ പ്രഘോഷണത്തിന് അല്ലെങ്കിൽ ആൾക്കാരുടെ അടുത്ത് പോയി പറയാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റിയതിൽ ഈ ഗ്രൂപ്പിനോടും അച്ഛനോടും ഒത്തിരി നന്ദി പറയുന്നു.